നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഒട്ടും സന്തോഷത്തോടെയല്ല ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാരണം താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസ് ആറടി മണ്ണിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ ഷഹബാസിനെ ക്രൂരമായി കൊന്നവർ അവരുടെ മുന്നോട്ടുള്ള നല്ല ഭാവിക്കായി ഇന്നത്തെ 10ാം ക്ലാസ് പരീക്ഷ നന്നായി എഴുതി. കേരളത്തിന് ഇതെന്തു പറ്റി എന്ന ഡയലോഗിന് അതൊരു ക്ലീശേ ഡയലോഗാണ്. എനിക്കതിൽ താല്പര്യമില്ല. കാരണം പലരും പറയുന്നത് കേരളം നമ്പർ 1 ആണെന്നാണ്. KSUവും MSFും യൂത്ത് കോൺഗ്രസും എല്ലാം ചേർന്ന് ഇന്ന് പ്രതികളെ പരീക്ഷ എഴുതി അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ജുവനൈൽ ഹോമിലേക്കും പ്രത്യേക പരീക്ഷാ സെൻറ്ററിലേക്കും ഒക്കെ മാർച്ച് നടത്തിയെങ്കിലും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവർക്കെതിരെ കേസെടുത്തു എന്നുള്ളതല്ലാതെ പ്രതികളുടെ പരീക്ഷയ്ക്ക് മുടക്കം ഒന്നും വന്നില്ല. പ്രതികളാണല്ലോ നമ്പർ 1. പ്രതികളായവരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പിന്നണിയിൽ രാഷ്ട്രീയ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നാളെ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന താരങ്ങളായി മാറാൻ ഈ കൊലപാതകം അവർക്ക് വാതിൽ തുറന്നുകൊടുത്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ചങ്കുപൊട്ടി ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മകനും ഇന്ന് മറ്റുള്ളവരെ പോലെ പരീക്ഷയ്ക്ക് അണിഞ്ഞൊരുങ്ങി പോകേണ്ടതായിരുന്നു. മകന്റെ ജീവനും ഭാവിയും തകർത്തവർ പോലീസ് സംരക്ഷണത്തിൽ ഇന്ന് പരീക്ഷയ്ക്കിരിക്കും. പഠിച്ച് ജോലി നേടണമെന്നായിരുന്നു ഷഹബാസിന്റെ ആഗ്രഹം. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അവൻ പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയായിരുന്നു. ഷഹബാസിന്റെ പിതാവ് പാലാറക്കുന്ന് മുഹമ്മദ് ഇക്ബാൽ വിങ്ങിപ്പൊട്ടിയാണ് ഇത് പറഞ്ഞത്. മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതായിരുന്നു. അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹവും അതുതന്നെയാണ് ആഗ്രഹിച്ചത്. എൻ്റെ കുട്ടി മുൻപ് ഏതെങ്കിലും അടിപിടി പ്രശ്നങ്ങളിൽ പെടുകയോ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് 5 മണിവരെ വീട്ടിലിരുന്ന് പഠിച്ചവനാണവൻ. അത് കഴിഞ്ഞ ശേഷം സുഹൃത്ത് വിളിച്ചിട്ടാണ് പോകുന്നത്. അവൻ അടി കിട്ടിയെന്ന് ആരെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. ഒരു പിതാവിൻ്റെ ഗദ്ഗതമാണ് കേട്ടത്. അവൻ്റെ അമ്മ വാർത്ത കേട്ട നിമിഷം തളർന്നു വീണതാണ്. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഞാനും അനുനിമിഷം തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇര വീണ്ടും വീണ്ടും കൊല്ലപ്പെടുന്നു. വേട്ടക്കാരൻ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് സുരക്ഷിതനായി ജീവിക്കുന്നു. ടൈം മീഡിയയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു ഉത്തരം തന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ചോദ്യം ഇതാണ്: പരീക്ഷാ ഹാളിൽ വെച്ച് കോപ്പി അടിച്ചതിന് ഒരു കുട്ടി പിടിക്കപ്പെട്ടാൽ കുറഞ്ഞത് 2-3 വർഷത്തേക്ക് അവനെ പരീക്ഷകളിൽ നിന്നും പഠനത്തിൽ നിന്നും വിലക്കാൻ നമുക്ക് നിയമമുണ്ട്. എന്നാൽ സഹപാഠിയായ സമപ്രായക്കാരനെ ക്രൂരമായി കൊല ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന പ്രതികൾക്ക് പോലീസ് കാവലിൽ സുരക്ഷിതമായ പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെലവിൽ ചെയ്തു കൊടുക്കും. ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കോപ്പി അടിക്കുന്ന കുറ്റത്തേക്കാൾ കുറഞ്ഞ കുറ്റമാണോ കൊലപാതകം? ഒരുവൻ്റെ ജീവൻ എടുക്കാൻ അപരന് ആരാണ് അവകാശം കൊടുത്തത്? വേട്ടക്കാരൻ്റെ അവകാശത്തെ മറികടക്കാൻ ഇരയുടെ കണ്ണീരിന് കേരളത്തിൽ കഴിയുന്നില്ല. ഷഹബാസിന്റെ കുടുംബത്തോട് അവരുടെ ദുഃഖത്തിൽ ടൈം മീഡിയയും പങ്കുചേരുന്നു. ഇത് കേരളത്തിലെ അവസാന കൊലപാതകമൊന്നും ആയിരിക്കില്ല. കുറ്റക്കാർക്ക് നിയമപരിരക്ഷ നൽകുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത ഇര ആരെന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം കിട്ടേണ്ടതായുള്ളൂ. ദുഃഖത്തോടെ നന്ദി.